കഴിഞ്ഞ ദിവസം നമ്മൾ വൈശ്യവർഗത്തിന് വാസയോഗ്യമായ ഭൂമിയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ പറയുന്ന ശൂദ്രവർഗ വാസയോഗ്യ ഭൂമിയാണ്. ആറ്റുദർഭ, മണ്ണിനു മഞ്ഞ നിറം, മധ്യഗന്ധം, എരിവ് എന്നിവയുള്ളതും വീതിയുടെ 1/4 നീളം കൂടിയതുമായ പറമ്പ് ശൂദ്രർക്ക് ഗൃഹമുണ്ടാക്കി വസിക്കുന്നതിനു ഉത്തമമാകുന്നു. കിഴക്ക് ഉയർന്ന് പടിഞ്ഞാറ് താഴ്ന്ന ഭൂമി ഇത്തിമരം നിൽക്കുന്നുവെങ്കിൽ അതും ശൂദ്രർക്ക് വാസയോഗ്യമാകുന്നു. ബ്രാഹ്മണാദി വർണ്ണങ്ങളിൽ ഓരോ കൂട്ടർക്കും പറഞ്ഞ ലക്ഷണങ്ങളിൽ മണ്ണിൻ്റെ നിറം, ഗന്ധം, രസം എന്നിവ ഒരേ ഭൂമിയിൽ തന്നെ ഇടകലർന്ന് ഇരിക്കുകയാണെങ്കിൽ ആ ഭൂമി ത്യജിക്കപ്പെടേണ്ടതാണ്. ഓരോ വർണ്ണത്തിൻ്റെയും ലക്ഷണങ്ങൾ വ്യക്തമായി കാണാതിരിക്കുകയാണെങ്കിൽ ആ ഭൂമിയെ പരീക്ഷിച്ചു നോക്കിയ ശേഷം ഗൃഹനിർമ്മിതിക്ക് സ്വീകരിക്കേണ്ടതുമാണ്. അടുത്ത ദേവാലയത്തിന് സമീപമുള്ള വസ്തുവാണെങ്കിൽ ഗൃഹനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്ന പറമ്പിൻ്റെ സമീപത്ത് ദേവാലയങ്ങൾ ഉണ്ടെങ്കിൽ അവയെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഗൃഹത്തിന് സ്ഥാനം നിർണ്ണയിക്കാവൂ. ദേവന്മാർ ഉഗ്രമൂർത്തികളെന്നും സൗമ്യമൂർത്തികളെന്നും 2 തരത്തിലുണ്ട്. വിഷ്ണു, ദുർഗ തുടങ്ങിയവർ സൗമ്യമൂർത്തികളും ഭദ്രകാളി, നരസിംഹം, ശിവൻ തുടങ്ങിയവർ ഉഗ്രമൂർത്തികളും ആകുന്നു. ഹിംസയിൽ താൽപ്പര്യമുള്ള ദേവതകൾ ഉഗ്രമൂർത്തികളാണ്. ശാസ്താവിനെ ഉഗ്രമൂർത്തിയായും സൗമ്യമൂർത്തിയായും പരിഗണിക്കാം. അത് എങ്ങനെയെന്നാൽ ഗൃഹം സ്ഥിതി ചെയ്യുന്ന പറമ്പിൻ്റെ നിരപ്പിനേക്കാളും താഴ്ന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശാസ്താവിനെ ഉഗ്രമൂർത്തിയായും ഉയർന്ന നിരപ്പിൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശാസ്താവിനെ സൗമ്യമൂർത്തിയുമായിട്ടാണ് കണക്കാക്കേണ്ടത്. സൗമ്യമൂർത്തിയുടെ ഇടതുഭാഗത്തും പിൻഭാഗത്തും ഉഗ്രമൂർത്തിയുടെ വലതുഭാഗത്തും മുൻഭാഗത്തുമുള്ള പറമ്പുകൾ ഗ്രഹം പണി ചെയ്തു വസിച്ചാൽ പലതരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകും. സൗമ്യമൂർത്തികളുടെ വലതുവശത്തും മുമ്പിലും ഉഗ്രമൂർത്തികളുടെ ഇടതുവശത്തും പിറകിലുമുള്ള പറമ്പുകൾ ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമാണ്. ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്ത പറമ്പുകൾ ഗൃഹനിർമ്മാണത്തിന് നന്നല്ല. എന്നാൽ തന്ത്രി, ശാന്തിക്കാരൻ, കഴക്കാരൻ മുതലായ ദേവസംബന്ധികൾക്ക് ദേവാലയത്തിൻ്റെ ഏറ്റവും അടുത്തും ഏതു ഭാഗത്തും ഗൃഹം പണി ചെയ്ത് വസിക്കാവുന്നതാണ്. അതുകൊണ്ട് ദോഷമില്ല. ദേവാലയങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ദേവാലയങ്ങളെക്കാൾ ഉയരം കൂടിയോ 2 നിലയായിട്ടോ ഗൃഹം നിർമ്മിക്കുന്നത് നാശകരമാണ്. മനുഷ്യാലയങ്ങൾ ദേവാലയങ്ങൾക്ക് സമമായ ഉയരത്തിൽ നിർമ്മിക്കുന്നതിന് വിരോധമില്ല. റോഡിൻ്റെ അരികിലും നദീതീരങ്ങളിലും കെട്ടിടം പണിയേണ്ട വിധമാണ്. അടുത്ത ആറ്, തോട്, നദി, റോഡ് ഇവയുടെ തീരപ്രദേശങ്ങളിൽ വീട് വെക്കേണ്ടത് അവയുടെ കിടപ്പനുസരിച്ചായിരിക്കണം. ഗൃഹത്തിന് എതിരായി വഴികളോ റോഡോ വരുന്നത് ആപൽക്കരമാണ്. ഒറ്റ വീട് വെക്കണമെങ്കിൽ റോഡിൻ്റെയും നദിയുടെയും കിടപ്പനുസരിച്ചായിരിക്കണം. മുട്ടതിരെന്ന പോലെ റോഡുകളും നദികളും വരുന്നത് ആപൽക്കരമാണ്. കിടപ്പനുസരിച്ച് ശാസ്ത്രീയമായ വീട് കെട്ടിയാൽ അത് അഭിവൃദ്ധിപ്രദമായി കണക്കാക്കുന്നു.